പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. അദാനി വിഷയത്തിൽ ചർച്ച അനുവദിക്കാതെ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. അതേസമയം സംബാൽ വർഗീയ സംഘർഷത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എ റഹീം MP നോട്ടീസ് നൽകി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പാർലമെന്റ് ചേർന്നപ്പോഴൊക്കെ തന്നെ സഭ ചേരാൻ കഴിയാത്ത സാഹചര്യം, വലിയ തരത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം. അതിൽ അദാനിയെ സംരക്ഷിക്കുന്നത് മോദിയാണ്. അദാനി വല്ലാത്ത പ്രതിക്കൂട്ടിലാകുമ്പോൾ മോദി സർക്കാർ സംരക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംബാൽ സംഘർഷത്തിന് ഉത്തരവാദി യോഗി സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഇതിൽ തുടരുന്ന നിസ്സംഗത, ഇത്തരം വിഷയങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഉയർന്നത്. സഭാ നടപടികൾ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. കൃത്യമായ മറുപടിയില്ലാതെ കേന്ദ്ര സർക്കാർ വഴങ്ങുന്ന കാഴ്ചയും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കണ്ടു. ഏതായാലും ശീതകാല സമ്മേളനം തുടങ്ങിയതിനു ശേഷം സഭാ നടപടികൾ 2 മണിക്കൂറിൽ അധികം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം. വിവിധ വിഷയങ്ങൾ, അതിൽ പ്രധാനം അദാനി അഴിമതിയുമായി ബന്ധപ്പെട്ട് മോദി സർക്കാർ തുടരുന്ന നിസ്സംഗ നിലപാട്, അദാനിയെ സംരക്ഷിക്കുന്ന മോദിയുടെ നിലപാട്, ഇതൊക്കെ തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ നിലവിൽ വിദ്വേഷ രീതിയുമായി തുടരുന്ന യോഗി സർക്കാരിൻ്റെ നിലപാടുകൾ, അതോടൊപ്പം തന്നെ സംബാൽ സംഘർഷത്തിലെടുത്തിരിക്കുന്ന നിലപാടുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ നിസ്സംഗത അടക്കമുള്ള വിഷയങ്ങളാണ് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയത്. പ്രതിപക്ഷം ഒന്നടങ്കം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ബഹളം അല്ലെങ്കിൽ സംഘർഷമാണ്, പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉയർത്തിയത്. അതിനെ തുടർന്നാണ് സഭ സമ്മേളിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇന്നും ഏതായാലും ശബ്ദമുഖരിതമാകും, പ്രക്ഷുബ്ധമാകും സഭ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ CBC ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, നിലവിൽ ഇപ്പോൾ എ റഹീം MP സംബാൽ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും സഭ പ്രക്ഷുബ്ധമാകുക തന്നെ ചെയ്യും, അല്ലേ? സിജു, തീർച്ചയായും ഇന്നുമ്പോൾ പാർലമെന്റിന്റെ 3ാം ദിവസമാണ് ശീതകാല സമ്മേളനത്തിൽ. ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അദാനി വിഷയവും സംബാൽ വിഷയവും എല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ഇത്തരത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയിട്ടുണ്ട്. റൂൾ 267 പ്രകാരം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ അദാനി വിഷയത്തിൽ ചർച്ച ചെയ്യാനാകില്ല എന്ന നിലപാട് ഇരു സഭകളുടെയും അധ്യക്ഷന്മാർ കഴിഞ്ഞ ദിവസം വരെ അതിനെ സ്വീകരിച്ചു. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇന്നും ഇപ്പോൾ ഈ പാർലമെന്റിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ പാർലമെന്റ് തുടങ്ങുമ്പോൾ 11 മണിക്ക് തുടങ്ങുമ്പോൾ തന്നെ സ്വാഭാവികമായും അദാനി വിഷയം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകും. അതുകൂടാതെ എ റഹീം MP ഇന്നലെയും ഇന്നും സംബാൽ വിഷയത്തിൽ അവിടെ യോഗി ആദിത്യനാഥ് സർക്കാർ സംഘർഷം ഉണ്ടാക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, വർഗീയ സംഘർഷം ആളിക്കത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടെല്ലാം തന്നെയും ആ വിഷയവും അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയിട്ടുണ്ട്. അതും ഈ റൂൾ 267 പ്രകാരം ചർച്ച ചെയ്യുന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധി വിഷയങ്ങൾ, മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള സംഭവവും വയനാടിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് എല്ലാം തന്നെയും നിരവധി വിഷയങ്ങളും ഈ ശീതകാല സമ്മേളനത്തിൽ എത്തുന്നുണ്ട്. എന്നാൽ ഇന്നും ഈ പാർലമെന്റ് ഇരു സഭകളിലെയും ഈ അദാനി വിഷയവും സംബാൽ വിഷയവും വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ ഇന്നിപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച പ്രിയങ്ക ഗാന്ധി ഇന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് എത്തുകയാണ്. പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യും. സിജു, ശരി, CBC ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.